രഘുവേട്ടനെ അമ്പിളി ചേച്ചി അപ്പോഴേക്കും വന്നതുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ലെന്ന് മാത്രം. ആ വിനയന് ഇവിടുന്ന് പോവാൻ വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അവന്റെ വണ്ടിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിളും. അത് ശരിയാക്കാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയിരിക്കുക. ഇനി അങ്ങേരിപ്പോ ആ പേരും പറഞ്ഞ് ഇവിടെ തങ്ങുവോ? ഇങ്ങനെ ഒരു പാട്ട വണ്ടി വാങ്ങാനാണോ അച്ഛൻ അയാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തേ? മോളോട് ഇതാരാ പറഞ്ഞത്? അവൻ തന്നെയാണോ പറഞ്ഞത്? അങ്ങേര് വണ്ടി ലോൺ എടുത്ത് വാങ്ങാൻ തീരുമാനിച്ചപ്പോ അതൊരു ബാധ്യതയാണെന്ന് പറഞ്ഞ് അച്ഛൻ 2 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചു എന്നാ എന്നോട് പറഞ്ഞു. അവൻ കടമായിട്ട് ആവശ്യപ്പെട്ടിട്ടാ 2 ലക്ഷം രൂപ കൊടുത്തതെന്ന് ചീരുവിനോട് പറയണം. വേണ്ട, അവൻ കാശ് വാങ്ങിയ കാര്യം ചീരുവിനെ അറിയിക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടു. ഇനി വിനയൻ അവളോട് കള്ളത്തരം പറഞ്ഞു എന്നുള്ള തോന്നൽ ചീരുവിന് ഉണ്ടാവണ്ട. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, വിനയൻ എന്നോട് ഇത് പറയുന്ന അച്ഛൻ കരുതിയില്ല അല്ലേ? ആ പറയില്ല എന്നാ ഞാൻ വിചാരിച്ചത്. പറഞ്ഞത് അവന്റെ നല്ല മനസ്സായിട്ട് കൂട്ടാം. പിന്നെ അവൻ ഹോസ്പിറ്റലും ഇവിടെയൊക്കെ ആയിട്ട് കുറെ പൈസ ചെലവാക്കിയതല്ലേ മോളെ. അതുകൊണ്ടാ അവനൊരു ആവശ്യം വന്നപ്പോ എന്റെ കയ്യിലുള്ളത് കൊടുക്കാന്ന് വിചാരിച്ചത്. അച്ഛാ ഞാൻ ചായ പിടിച്ചോ കുഞ്ഞിനെ പിടിച്ചോ. രഘുവിന് കൊടുത്തോ മോളെ? മഞ്ചാടിയ ചായ ഇട്ടതച്ചാ, അവള് കൊടുക്കുമായിരിക്കും. ആ അനുവിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാച്ചാ? സുശീലാന്റിയായിട്ട് അവൾക്ക് ഒത്തുപോകാൻ പറ്റുന്നുണ്ടോ? ഒത്തുപോവാൻ പറ്റാത്തത് അവൾക്കല്ല, മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ചേരാത്തത് സുശീലയാ. അവൾ അവരുമായിട്ടൊക്കെ കൊമ്പ് കൊടുത്ത് വീട് വിട്ടിട്ട് ഇറങ്ങിപ്പോയി. അയ്യോ, എങ്ങോട്ട് പോയച്ചാ? വല്ല തീവണ്ടിക്കും തലവെച്ച് ചത്തു കളയോ സുശീലാന്റി? അവള് ചാവാനൊന്നും പോകുന്നില്ല. മക്കളെയും മരുമക്കളെയും ഒക്കെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുക ആ സ്ത്രീ. ഇനി അവരെവിടെയൊക്കെ പോയി എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. മെക്കാനിക് വന്നില്ലേ? ഇല്ലരെ കോട്ടാ, വഴിക്ക് വെച്ച് അവന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി. രാവിലെ വേറെ ആളെ അയക്കാവുന്ന ഇപ്പൊ ആ യൂസ് കാറിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്. എന്ത് ചെയ്യാനാണെന്ന് എന്റെ പോക്കും മുടങ്ങി. അല്ല പിന്നെന്തിനാ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേ? അതുവഴി വീട്ടിൽ പോകാറുന്നില്ലേ? വണ്ടി ഇവിടെ ഇരിക്കുമല്ലോ. ഞാൻ മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ രഘുവേട്ടാ. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം. വേണ്ട, വേറെ എടുത്തു. വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നോ വിനയ? ഉടനെ തന്നെ എങ്ങാനും വണ്ടി റെഡിയായി കിട്ടൂ? അവരെത്തിയില്ല അച്ഛാ. ഞാൻ ഇതുവരെ ജംഗ്ഷനിൽ കാത്തുനിന്ന് വെറുതെ ആയി. അതെന്തു പറ്റി? വണ്ടി വാങ്ങിയിട്ട് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അത്രയ്ക്ക് ഉത്തരവാദിത്വ ബോധം ഇല്ലേ അവർക്ക്? അവര് വന്നോണ്ടിരിക്കുവായിരുന്നു അച്ഛാ. അപ്പൊ അവരുടെ ബൈക്ക് ഒരു ആക്സിഡന്റിൽ പെട്ടു. അയ്യോ, എന്നിട്ട് അവർക്ക് കൊല്ലം പറ്റുമോ? എന്താ സ്ഥിതിയെന്ന് അറിയില്ല അച്ഛാ. പുതിയ മെക്കാനിക്കിനെ ഇനി നാളെ അയക്കാന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഓ അങ്ങനെയാണോ? അല്ല, ഇനിയിപ്പോ വിനയൻ എങ്ങനെ പോവും? ഇനിയും താമസിച്ചാലേ ജംഗ്ഷനിൽ പോയാൽ ബസ് കിട്ടുമെന്ന് സംശയം. അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും കയറി പൊക്കോളും.
പക്ഷെ രാവിലെ വീണ്ടും വരേണ്ടി വരില്ലേ, അതാണ് പ്രശ്നം. ഞാനിന്ന് രാത്രി വണ്ടിക്കകത്ത് തന്നെ കിടന്നാലോ എന്ന് വിചാരിക്കുക. രാവിലെ മെക്കാനിക്ക് വന്നാൽ വണ്ടി എടുത്തിട്ട് പോവാലോ. എങ്കിൽ പിന്നെ അതായിരിക്കും നല്ലത്. വണ്ടിക്കകത്ത് കിടക്കുന്നതോ? അല്ല, ഇവിടെ എവിടെയെങ്കിലും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുമല്ലോ. ആ ആ മോളെ, അത്താഴം ഉണ്ടാക്കുമ്പോൾ വിനയനും കൂടി കരുതിക്കോ. ആ, ശരി. വീട്ടിലേക്ക് വിളിച്ച് പറയണം വിനയ, അല്ലെങ്കിൽ അവർ പേടിക്കും. രാവിലെ തന്നെ നീ വണ്ടിയായിട്ട് ഇറങ്ങിയതല്ലേ. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞോളാം. ശരി ശരി, ഇപ്പൊ തന്നെ വിളിക്കും. മാറാൻ കയ്യിലെയോ മറ്റോ വേണോ വിനയ? വേണ്ട ചേച്ചി, ഒരു ജോഡി ഡ്രസ്സ് ഞാൻ വണ്ടി തന്നെ കരുതിയിട്ടുണ്ട്. അത് എവിടെ പോകുമ്പോഴും എടുക്കും. അത് നല്ലതാ. അപ്പൊ നീ ഡ്രസ്സൊക്കെ എടുത്ത് തയ്യാറായിട്ട് വന്നാണല്ലേ? എന്തിനു തയ്യാറായിട്ട്? ഇവിടെ താമസിക്കാം. ഇവിടെ താമസിക്കാൻ ഞാൻ എന്തിനാ ഡ്രസ്സ് കരുതുന്നത്? ഇതെന്റെ വൈഫ് ഹൗസ് അല്ലേ. അച്ഛൻ എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞതും ലുങ്കി വേണോന്ന് അമ്പിളി ചേച്ചി ചോദിച്ചതും രഘുവട്ടം കേട്ടില്ലേ? അപ്പൊ നീ വണ്ടിയിലെ ഡ്രസ്സ് കരുതി വെച്ചത് എവിടെ തങ്ങുമ്പോൾ ഉപയോഗിക്കാനാ? ഞാൻ അത്യാവശ്യം ട്രിപ്പൊക്കെ എടുത്ത് ഓടാൻ വേണ്ടി തന്നെയാ വണ്ടി എടുത്തതേ. ആരെപ്പോൾ വിളിച്ചാലും എവിടേക്ക് വേണമെങ്കിലും ഓടും. എനിക്ക് കാശ് കിട്ടിയാൽ മാത്രം മതി. അപ്പൊ പിന്നെ നമ്മൾ ഡ്രസ്സ് കരുതി വെക്കുന്നത് നല്ലതല്ലേ? മോനെ പിന്നെ നിന്റെ ബുദ്ധി വിലക്കെടുക്കാനുള്ള കാശ് ഈ രഘുവിന്റെ പോക്കറ്റിലുണ്ട്. നിന്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഒരു മെക്കാനിക്കും നിന്റെ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അവൻ ആക്സിഡന്റ് പറ്റിയിട്ടുമില്ല. നീയേ നിന്റെ വണ്ടിയുടെ കീങ് ഇതാ, ഞാൻ തെളിയിച്ചുതരാം. അത് വേണ്ട രഘുവേട്ട. എന്റെ കയ്യിൽ നിന്നും കീ വാങ്ങി എന്റെ വണ്ടി തുറന്നിട്ട് രഘുവേട്ടന് എന്നെ തന്നെ കള്ളനാക്കണ്ട. നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ തെളിയിക്കേ. ഞാനൊന്ന് വീട്ടിൽ വിളിച്ച് കാര്യം പറയട്ടെ. ഞാനിന്നിവിടെ ഹാർട്ടാണെന്ന് അറിഞ്ഞാ അവർക്ക് സന്തോഷമാവും.